വെൽക്കം ബാക്ക് ടു ഐസ് സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയാലോ? ഇതെന്ത് ഐസ്ക്രീം ആണെന്ന് വല്ല ഐഡിയ കിട്ടിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ റെസിപ്പി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണ് റെസിപ്പി, ഇതെന്ത് ഐസ്ക്രീം ആണെന്ന് മനസ്സിലായെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. പിന്നെ ഇതിൻ്റെ കളർ കണ്ടിട്ട് കളർ ചേർത്താന്ന് കരുതിയേ വേണ്ട, ഇതിലൊരു തുള്ളി പോലും ആർട്ടിഫിഷ്യലി ആയിട്ട് കളർ ചേർത്തിട്ടില്ല. ഇത് ഈ ഫ്രൂട്ടിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂവും കൂടി തരാം. ഞാനൊരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ സീസണിലാണ് ഈ ഫ്രൂട്ട് ഉണ്ടാവുക. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ പുളിയോ മധുരോ അങ്ങനത്തെ ഒന്നും ഈ ഒരു ഫ്രൂട്ടിനില്ല. പക്ഷെ നല്ല ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് ഇത്. ഇത് കാണാൻ നല്ല ഭംഗി, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്ലൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ റെസിപ്പി പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ഇതെന്ത് ഐസ്ക്രീം ആണ് എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടാണ് ഇന്നത്തെ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ആ ഉള്ളിൽ നല്ല പർപ്പിൾ, നല്ല ഒരു പർപ്പിളിഷും റെഡിഷും ആയിട്ടുള്ളൊരു കളറുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ടില്ലേ, ആ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം, ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം. ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ഡ്രാഗൺ ഫ്രൂട്ടാണ്. നല്ല പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ 3 എണ്ണം ഞാൻ എടുത്തിട്ട് പൾപ്പ് തയ്യാറാക്കും. പിന്നെ ഇതിലുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യും. നമ്മൾ ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തിടും. അപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെക്കും, ബാക്കി 3 എണ്ണം അതിൻ്റെ പൾപ്പ് എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് തൊലി കളഞ്ഞ് നിങ്ങൾക്കത് കാണിച്ചു തരാം, ഇതിൻ്റെ ആ കളറ്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ വീട്ടിൽ നട്ടു വളർത്തിയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. ഞാൻ അതൊന്ന് കട്ട് ചെയ്തും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉള്ളത്തെ ആ കളറും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കേ. മുറിച്ചപ്പോൾ നോക്ക്, കാണാതെ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതാണ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ക്രീം തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഇനി ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് ആ ഒരു സ്റ്റിഫ് ആവുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ വിപ്പിംഗ് ക്രീം ചേർക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടില്ല, ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല, ടേസ്റ്റ് കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഐസ്ക്രീം ആയി വരുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ സ്കൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടെക്സ്ചർ, അത് ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ആ ഒരു ടെക്സ്ചർ കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യട്ടെ.
അപ്പോൾ ബീറ്ററും കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മധുരം ചേർക്കണ്ടേ. അപ്പോൾ പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിന് മധുരമല്ല, വിപ്പിംഗ് ക്രീമിന് ചെറിയൊരു മധുരം ഉള്ളൂ. അപ്പോൾ ഫ്രൂട്ടിൻ്റെ മധുരം ഇല്ലാത്തത് കൊണ്ടും അപ്പോൾ അതനുസരിച്ചാണ് ഞാനിവിടെ മധുരം ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മധുരത്തിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ ടേബിൾ സ്പൂൺ പറയാനാണെങ്കിൽ ഒരു 6 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രീം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തല്ലോ, അരച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുകൊണ്ട് നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ സംഭവം മാറ്റി വെച്ചിട്ട് എൻ്റെ ഇലക്ട്രിക് ഉപകരണം എടുക്കുകയാണ്. നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ഞാനിതൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. കാരണം ആ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ എക്സാക്റ്റ് അതിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വാനില എസൻസിൻ്റെ ഫ്ലേവർ ചേർക്കാണ്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചേർക്കാവുന്നതാണ് കേട്ടോ. വാനില എസൻസിൻ്റെ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, വേറെ ഒരു എസൻസും ചേർക്കരുത്. വേറെ എസൻസ് ചേർത്താൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ റെഡി. ഐസ്ക്രീം ആയില്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഐസ്ക്രീം ബാറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്കിത് പ്ലേറ്റ് ചെയ്യാനുള്ളൊരു ബൗൾ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് ചോപ്പ് ചെയ്ത് വെക്കുകയെന്ന്. ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ബാറ്റർ തൊഴിക്കുന്നു. കുറച്ച് പകുതി ആകുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും കൂടി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഇറക്കി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ല, എൻ്റെ കയ്യിൽ വരെ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ചേർക്കുന്നില്ല, ഇത് നാച്ചുറലായിട്ടുള്ള കളറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്കിതാ ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. ഞാനത് ഫ്രിഡ്ജിൽ നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്ത് വയ്ക്കാം. ഞാനിന്ന് ഇത് എടുക്കുന്നില്ല, അടുത്ത ദിവസമാണ് നിങ്ങൾക്കിത് കാണിക്കാം കേട്ടോ. കാരണം ഇതിപ്പോൾ ഇവിടെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ ഇതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഫ്രീസറിൽ നിന്ന് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം പുറത്തെടുത്തു. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം അടിപൊളിയായി റെഡി ആയിട്ടില്ലേ. ഇനി നിങ്ങൾക്ക് ഞാനിത് സ്കൂപ്പ് ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചറും കൂടി മനസ്സിലാവും. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ലൊരു കളറല്ലേ കിട്ടിയിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീമിന്. ടെക്സ്ചർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ്? വളരെ സിമ്പിൾ അല്ലേ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് കിട്ടിയിട്ടുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും നമ്മളിവിടെ വേറെ എക്സ്ട്രാ ഫ്ലേവറും കാര്യങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ മാത്രമാണ് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിൽ കിട്ടുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് പുളിയോ മധുരമോ അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മളിവിടെ അഡീഷണലി ചേർത്തിട്ടുള്ള മധുരവും നമ്മുടെ ഈ ഫ്രഷ് ക്രീമും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പും
അത്രയാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഈ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീമാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുകയല്ലേ? അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഈസി പീസി ആയിട്ടുള്ള റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.